മഷ്റൂം സിൽക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന മഷ്റൂം സിൽക്ക് ഫാബ്രിക് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യണ കണ്ടിരുന്നു. അധികം ക്വാണ്ടിറ്റി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മളിത് എന്താ പറയാ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. നമുക്കൊരു ഫംഗ്ഷനൊക്കെ എലഗന്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ ഡിസൈൻസ് ഒക്കെ ഒരു അജ്രക് പാറ്റേണിലുള്ളതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹാൻഡ് വാഷ് അല്ല, ഡ്രൈ വാഷിലുള്ള ഫാബ്രിക് ആണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡിസൈൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കച്ചിൽ നിന്നുള്ള അജ്രക് കോട്ടൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അധികം ഓരോ ഡിസൈൻസും തന്നെ 6 മീറ്റർ 7 മീറ്ററിലാണ് വരിക എന്നുള്ളത്. അപ്പം മൊഡാലിനും അതുപോലെ തന്നെ ഈ പ്യുർ കച്ചി എന്നുള്ള ഫാബ്രിക് അല്ലെങ്കിൽ ഈ മഷ്റൂം ഫാബ്രിക് ഒക്കെ ഒരു താണെന്ന് പറയുന്നത് 6 or 7 മീറ്റേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എന്താ പറയണേ, 1/2 മീറ്റർ ആയിട്ട് 1 മീറ്റർ ആയിട്ടും സെല്ല് ചെയ്യില്ല. ഇത് എത്രയാണ് ഈ ഒരു പീസ് ഉള്ളതെങ്കിൽ അതിന് ഡിപ്പെൻസ് ആയിരിക്കും നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അധികം തന്നെ 6 മീറ്ററോ അല്ലെങ്കിൽ 7 മീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പൊ അതിന്റെ ഹാഫ് വെച്ചിട്ടായിരിക്കും നമ്മളിത് സെല്ല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി കട്ടിങ് വേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. പ്യുർ മഷ്റൂം ആയതുകൊണ്ട് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 539 ആണ് പെർ മീറ്റർ. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്, ഹെവി ആയിട്ടാണ്. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളതിങ്ങനെ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചധികം ഹെവി ആണ് ഈ ഫാബ്രിക്. നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ 1 കിലോ കൂടെ കൂടുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്. നല്ല ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പൊ നമ്മൾ ഈ മഷ്റൂമിലും മൊഡാലിലുള്ള സാരികളൊക്കെ നമുക്ക് പിടിച്ചു നോക്കിയാൽ അറിയാലോ, കുറച്ച് ഹെവി ആയിരിക്കും. മൊഡാലിനേക്കാളും ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ആണ് മഷ്റൂം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മൊഡാൽ കുറച്ചും കൂടി സോഫ്റ്റും ആണ്, ഇത്രയധികം ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ മഷ്റൂം കുറച്ചും കൂടി തിക്കായിട്ടുള്ളതാണ്, ലൈനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം തന്നെ ബ്ലോക്ക് പ്രിന്റിലുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്കിനകത്തൊരു ഗോൾഡ് കളറും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രേ കളറിലുമുള്ള പ്രിന്റ് ആണ്. അതിനകത്ത് തന്നെ ഒരു മെറൂൺ കളറിലുള്ള പ്രിന്റും ആ ഫ്ലവേഴ്സിന്റെ ഒക്കെ സെന്ററിലായിട്ട് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള എലഗന്റ് ആയിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഡിസൈൻസ് തന്നെയാണ് ഇതിന്റെ. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഫോൾഡിങ്ങിലെ ഡിഫറൻസ് കൊണ്ടാണ് ഇതിന് താഴോട്ട് പോയതായിട്ട് തോന്നുന്നത്. ഇതിന്റെ രണ്ട് വശത്തും 2 ഇതിലാണ് വരുന്നത്. ഒരു വശത്ത് നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് ആണ്, മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ വേറൊരു ഫിനിഷ് ആണ്. അതായത് ഇത് നമുക്ക് വരുമ്പോൾ എപ്പോഴും അറിയാലോ, ഇതിങ്ങനെ ഒരു പ്രിന്റ് വൺ സൈഡിൽ മാത്രമാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 539 റുപ്പീസ് ആണ്. വിഡ്ത്ത് വരുന്നത് 45.5 ആണ്. 45.5 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചല്ലോ ഇത് വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ വേറെ ഡിസൈൻ നോക്കാം. വേറൊരു ഡിസൈനും കൊണ്ടുവന്നിട്ടുള്ളതും ഫ്ലോറൽ പാറ്റേണിൽ തന്നെയുള്ളതാണ്. ഒരു അജ്രക് പ്രിന്റിനോട് മാച്ച് ചെയ്യാവുന്ന തരത്തിലുള്ള പ്രിന്റുകളാണ് ഇതിനകത്തൊക്കെ വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നതും ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ബ്ലാക്കിനകത്തൊരു ഗോൾഡ് കളറിലുള്ള പ്രിന്റാണ് പോയിട്ടുള്ളത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. എല്ലാവരുടെയൊക്കെ ഇപ്പോൾ ഒരുവിധം എന്താ പറയാ, എല്ലാ ഷോപ്പിൽ തന്നെയും അതുപോലെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയാലൊക്കെ അധികം കാണാൻ സാധിക്കുന്നത് മൊഡാലും അതുപോലെ മഷ്റൂം ഒക്കെ ആയിട്ടുള്ള ഫാബ്രിക്കിലുള്ള ഡ്രസ്സുകളും സാരികളും ഒക്കെയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഈ ഒരു ഫാബ്രിക് ആണ്. ഇനി നമുക്ക് ഇതിന്റെ വേറെ കളർ വന്നിട്ടുണ്ട്, റെഡ് കളറിലാണ്. അപ്പൊ അതൊന്ന് കാണാം. ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ തന്നെ സെയിം ഡിസൈൻ തന്നെ റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. അധികം തന്നെ ഇത് റെഡ് ബ്ലാക്ക് അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഈ മഷ്റൂം വരുന്നത്, അല്ലെങ്കിൽ ബ്ലൂ, അങ്ങനത്തെ ഒരു ഡാർക്ക് ബ്ലൂ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ നമ്മളിന്ന് 2 കളേഴ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. നമുക്കിനി ഇതിന്റെ വേറൊരു ഡിസൈൻ നോക്കാം. റെഡിൽ തന്നെ വന്നിട്ടുള്ളതാണ്. കുറച്ച് വലിയൊരു ലീവ്സ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന പോലെ, ഒരു തണ്ടിന്മേൽ പോകുന്ന കുറച്ച് ലീവ്സ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത് പോലെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് 6.7 അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നത് 6.2 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് 3.1ലാണ് നമ്മളിത് കട്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ അങ്ങ് നോക്കിയിട്ട് അതിന്റെ ഹാഫ് ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസൈൻ പോകുന്നത്. 45.5 ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത് ഇഞ്ചിൽ. 45.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. റെഡിന്റെ തന്നെ ഒരു ഡിസൈനും കൂടെ അവൈലബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ, ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇതൊരു മെറൂണിഷ് ആയിട്ടുള്ള റെഡിലാണ്. വേറൊരു ഫ്ലവേഴ്സ് പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ ആണ്. ഇതൊരു അജ്രക് പ്രിന്റ് തന്നെയാണ് കേട്ടോ. അജ്രക് പ്രിന്റിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വെയർ ചെയ്ത് തന്നെയാണ്. ക്ലോസ് വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ബ്ലാക്കിനകത്തൊരു മെറൂണും അതുപോലെ തന്നെ ബ്ലൂവും
ഗോൾഡ് കളറിലുമുള്ള പ്രിന്റുകളാണ് ഇതിനകത്തൊക്കെ പോയിട്ടുള്ളത്. നമ്മൾ ഇന്ന് കണ്ടത് മഷ്റൂം സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. വിഡ്ത്ത് വന്നിരുന്നത് 45.5 ആണ്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 539 റുപ്പീസ് പെർ മീറ്ററിലാണ്. നമുക്കിത് ഹാൻഡ് വാഷ് അല്ല, ഡ്രൈ വാഷ് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മാത്രം വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നോർമലി നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. 500 എബോ വരുന്ന ബില്ലുകൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത്. ബിലോ 500 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും 50 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പിൽ ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളിന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.